89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. ഇന്ന് നമ്മുടെ ഉയരയില് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുപാട് സൂപ്പർ ഹീറോസിന് ഇഷ്ടമാണല്ലേ? പക്ഷേ ദ റിയൽ സൂപ്പർ ഹീറോസ് ഓഫ് അവർ നേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസിലുള്ള ഓഫീസേഴ്സ് ആണ്. സോ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ചൂസ് ചെയ്യുന്നത് ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ആണ്. സോ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് എയർഫോഴ്സ് ആണ് കേട്ടോ. ഈ ഒരു വലിയ ഫീൽഡിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് തന്നെയാണ് ഇന്ന് ഉയരയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു അന. സർ, ഇപ്പോ നാട്ടിലാണോ അതോ? അല്ല, ഞാനിപ്പോ ബാംഗ്ലൂരിൽ സെറ്റിൽ ആയി. മെയിൽ റിട്ടയർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഞങ്ങള്. ഓക്കെ. അപ്പൊ അവിടെ എയർപോർട്ടിനടുത്തായിട്ട് വീട് മേടിച്ച് അവിടെ താമസമാണ്. നാട്ടിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ വരുന്നുണ്ട്. ഓക്കെ സർ, ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തതിൽ. നമുക്കറിയാം, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് സാർ എന്നുള്ളത്. ഒരുപാട് അവാർഡ്സ് സാറിന് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ പരം വിശിഷ്ട സേവാ മെഡൽ, അതുപോലെ അതിവിശിഷ്ട സേവാ മെഡൽ, പിന്നെ വായുസേന മെഡൽ, അങ്ങനെ ഒരുപാട് അവാർഡ്സ് സാറിന് തേടി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡെഫിനറ്റ്ലി സാറിന്റെ ഏകദേശം 39 വർഷത്തെ സർവീസ് ജീവിതത്തിന് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു 2 മണിക്കൂറിലൊന്ന് ചെറിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പോവാണ്. അതോടൊപ്പം തന്നെ എയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഒരു ഇൻഡിവിജ്വലിന് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ കാൻഡിഡേറ്റിനെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാം എന്നുള്ളൊരു ആൻസർ കൂടി നമ്മൾ ഇന്ന് ഉയരയിലൂടെ പറഞ്ഞു കൊടുക്കും, അല്ലേ സർ? തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം ഇൻപുട്സ് കൊടുക്കാനായിട്ട് ജനറേഷന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റിയിട്ടില്ല. സാർ ഏകദേശം 39 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാറിന് എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സേനയിലുള്ളത്, വ്യോമസേനയിലുള്ളത്. ശരിക്കും സാറിനെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കരിയർ തന്നെ സാർ ഫിക്സ് ചെയ്യാം എന്നുള്ളത് ഉറപ്പ് വരുത്തിയത് എപ്പോഴായിരുന്നു? ആദ്യം ചെറുപ്പകാലത്തില് എന്റെ വീട് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂർ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഒരു ചെറിയ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങളുടെ ഒരു സാറ് എന്ന് പറഞ്ഞു, ഇങ്ങനെ സൈനിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു സ്കൂളുണ്ട്. അവിടെ ആം ഫോഴ്സസിൽ ഓഫീസേഴ്സ് ആയിട്ട് ചേരാൻ ഇഷ്ടമുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇത്. അപ്പൊ അന്ന് ആം ഫോഴ്സസിനെ പറ്റി ഒന്നും നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ആരും പട്ടാളത്തിൽ ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. കാര്യം നമ്മുടെ ഒരു സാധാരണ ഒരു ചെറിയ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും എന്തായാലും സൈനിക് സ്കൂൾ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സൈനിക് സ്കൂൾ എൻട്രൻസ് എഴുതി സൈനിക് സ്കൂളിൽ കിട്ടി. അങ്ങനെയാണ് ചേർന്നത്. സൈനിക് സ്കൂളിൽ വെച്ചാണ് നമ്മള് ആർമി, നേവി, എയർഫോഴ്സിലെ ഓഫീസേഴ്സ് അവിടെ പല അപ്പോയിന്റ്മെന്റിലും വന്നിട്ടുണ്ട്. അവിടുന്ന് റിട്ടയർ ആയവർ ഞങ്ങളുടെ സ്റ്റാഫായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അവിടെ പഠിച്ച പലരും ഇവിടെ ഉള്ള ആം ഫോഴ്സിൽ ജോയിൻ ചെയ്തവര് പല ഫംഗ്ഷനും പ്രത്യേകമായിട്ട് അവിടെ ഉള്ള ഒരു ഓൾഡ് ബോയ്സ് അസോസിയേഷൻ ഡേയുടെ അന്ന് വരുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടപ്പോഴും അവരുടെ പെരുമാറ്റവും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ആ എല്ലാം കൂടിയാണ് സൈനിക് സ്കൂൾ വഴിയാണ് ഞങ്ങള് എല്ലാവരും എന്നെ പോലെ പലരും ചേർന്നിട്ടുള്ളത്, ആം ഫോഴ്സിൽ ചേർന്നിട്ടുള്ളത്. എന്റെ ബാച്ചിൽ തന്നെ ഞങ്ങളൊരു 100 പേരുള്ളതിൽ ഒരു ഓൾമോസ്റ്റ് 30 പേര് പല പോസ്റ്റുകളിലായിട്ട് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുമായിട്ട് സെർവ് ചെയ്ത് അടുത്തായിട്ട് റിട്ടയർ ചെയ്തവരാണ്. അപ്പോ ബാച്ച്മേറ്റ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയായിരുന്നോ? പലപ്പോഴായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഞങ്ങള് പലരുടെയും മക്കൾ കല്യാണം കഴിക്കുന്ന പ്രായമായതുകൊണ്ട് കല്യാണങ്ങളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന ഒക്കേഷൻ. മക്കളുടെ കല്യാണങ്ങൾ കൂടുക എന്നുള്ളതാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 50 പേരെങ്കിലും മിക്ക കല്യാണങ്ങൾക്കും വരാറുണ്ട്. വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കിട്ടുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും മക്കളുടെ സന്തോഷത്തിലൂടെ മെമ്മറീസ് ഒക്കെ റികളക്ട് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് മാറിയിട്ടുണ്ടല്ലേ മക്കളുടെ കല്യാണങ്ങൾ? തീർച്ചയായിട്ടും വലിയൊരു ഒക്കേഷൻ ഇപ്പോ. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ നമുക്ക് സാറിനെ പറ്റിയും അതുപോലെ തന്നെ എയർഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു സർവീസിനെ പറ്റിയിട്ടും അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ സാർ? തീർച്ചയായിട്ടും. സോ റേഡിയോയിൽ ദ ബ്യൂട്ടിഫുൾ സോങ്സ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ എയർഫോഴ്സിനെ പറ്റി കൂടുതലായിട്ടും അറിയാനായിട്ട് പോകുന്നത്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക്
ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർഫോഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ ഇന്ന് ഉയരയിൽ കൊടുത്തിരിക്കണം കേട്ടോ. ആൻഡ് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് തന്നെയാണ് ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി വീണ്ടും സ്വാഗതം ചെയ്യാം റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാർ. കുറച്ചു മുൻപ് എങ്ങനെയാണ് സാർ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത് എന്നുള്ളത് അറിഞ്ഞായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലെ ഓരോ കുട്ടികൾക്കും ഈ ഒരു മേഖലയിലേക്ക്, നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ വ്യോമസേനയിലേക്ക് തന്നെ കയറി വരാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കുട്ടികൾ ഉണ്ടായിരിക്കും. സോ ഇതുപോലെ എയർഫോഴ്സിലേക്ക് ചേരാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കോഴ്സസ് ഒരു ഇൻഡിവിജ്വൽ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട് സർ. ഇപ്പൊ എയർഫോഴ്സ് മാത്രമല്ല, എയർഫോഴ്സിലും ആർമിയിലും നേവിയിലും 2-3 തരത്തിൽ നമുക്ക് ചേരാം. ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഒരു 12ാം ക്ലാസ്സിലാവുമ്പോൾ കുട്ടികൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ എഴുതിയിട്ട് അവിടെ പോയി അവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 കൊല്ലത്തൊരു ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആർമി അക്കാദമിയായ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയാണ്, നേവി ആണെങ്കിൽ ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി, അങ്ങനെ പോയി ട്രെയിൻ ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണത്. നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഓൾമോസ്റ്റ് 5 തൊട്ട് 8 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട് ഒരു 6 മാസം കൂടുമ്പോഴും. അതിൽ നിന്നും 300-ലും 400-നും ഇടയ്ക്കുള്ള കുട്ടികൾ വേക്കൻസിയാണ് കിട്ടുന്നത്. പിന്നെ ഏറ്റവും സന്തോഷം എനിക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഈ അടുത്ത ഒരു 2 കൊല്ലമായിട്ട് അതില് പെൺകുട്ടികൾക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി 2 കൊല്ലം മുമ്പ് പെൺകുട്ടികൾക്കും ഓപ്പൺ ചെയ്തത്. ആദ്യത്തെ ബാച്ച് തൊട്ട് ഒരു 30 കുട്ടികൾ ചേരുന്നുണ്ട്. ആ നമ്പർ ഇനിയും കൂടിക്കൊണ്ടിരിക്കാനാണ് ചാൻസ്. അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഏത് ഡിഗ്രി ചെയ്താലും ആ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരിക. അത് 2-3 ടൈപ്പ് ഓഫ് പരീക്ഷകളുണ്ട്. ഒന്ന് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് പരീക്ഷ എന്ന് പറഞ്ഞ ഒരു ഉണ്ട്. അത് 3 സർവീസിനോട് ഒരുമിച്ച് നടത്തുന്നതാണ്. അത് കൂടാണ്ട് ആർമിയും നേവിയും എയർഫോഴ്സും അവരുടേതായ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. നമ്മുടെ എയർഫോഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എയർഫോഴ്സിൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എല്ലാ 6 മാസവും നടത്തും. അതിൽ അപ്ലൈ ചെയ്ത് അത് വഴി ചേരാം. അതാണ് അടുത്ത സീക്വൻസ്. അതിൽ നമുക്ക് കിട്ടുന്ന ബ്രാഞ്ചും നമ്മുടെ ട്രെയിനിങ് അനുസരിച്ചും അത് പോയി എയർഫോഴ്സ് അക്കാദമി വഴി നമ്മൾ പിന്നെ മുമ്പോട്ട് പോകും. അങ്ങനെയാണ്. ഓക്കെ സാർ. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇതുപോലെയാണ് എൻട്രി ഈ ഒരു മേഖലയിലേക്ക് കടക്കാനായിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഓരോ കാൻഡിഡേറ്റ്സിനും മേ ബി ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ സാർ? അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്സ് ഈ ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമുണ്ടോ എയർഫോഴ്സിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ? അതെ, 3 സർവീസിലും ഓൾമോസ്റ്റ് സിമിലർ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ NDAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടത്. കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. സയൻസിന്റെ കാര്യം മാത്സിന്റെയും മറ്റ് സയൻസ് സബ്ജക്ട്സിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സിന്റെ മാത്രമായിട്ടൊരു പേപ്പർ തന്നെയുണ്ട്. അതൊരു സോർട്ട് ഓഫ് മസ്റ്റ് ആണ്. അത് കൂടാണ്ട് നമ്മൾ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് പോകുമ്പോഴും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആർക്കാണ് കുറച്ചുകൂടെ ഇതുള്ള, സയൻസ് അല്ലാത്തവരും ചേരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോമൺ ലോജിക്കൽ റീസണിങ്ങും അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് എളുപ്പം ക്ലിയർ ആവാൻ പറ്റുന്നത് സയൻസ് ഗ്രാജുവേറ്റ്സിനാണ്. എയർഫോഴ്സിന്റെ കാര്യത്തിൽ അല്ലേ? എയർഫോഴ്സിന്റെ കാര്യത്തിൽ. അതല്ലാണ്ട് ചേരണമെങ്കിൽ പിന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, അങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്. നോൺ ടെക്നിക്കൽ, അതായത് നമ്മളിപ്പോ ആർട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് ചേരാം. പക്ഷെ അവർക്ക് അതിന് കൂടുതൽ കുറച്ചുകൂടെ പ്രിപ്പറേഷൻ വേണ്ടി വരും. കാര്യം പരീക്ഷയുടെ പേപ്പർ ഒന്നാണ്. അപ്പൊ ആ ഒരു പേപ്പർ കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ആയതുകൊണ്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ വേണമെന്നുള്ളൂ. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി മാത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കി കുറച്ച് സബ്ജക്ട്സ്, ഫിസിക്സും കെമിസ്ട്രി ആയിട്ട് സബ്ജക്ട്സ് ആയിട്ട് ഒരു ഇത് വരില്ല, അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല. മാത്സ് ബേസ്ഡ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറയുന്ന പോലെ മാത്സിനോട് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയായിരിക്കും എയർഫോഴ്സ് അല്ലേ? ഓക്കെ സാർ. അപ്പോ ആ ഒരു ഇഷ്ടം, അതായത് കണക്കിനോട് ഇഷ്ടമുള്ളവര് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റിയിലേക്ക് പാസ്ഡ് ആണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷമാണ് നമ്മൾ എയർഫോഴ്സിനെ പറ്റി, അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ,
ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസായ എയർഫോഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഒരു എക്സ്പേർട്ട് തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. 39 വർഷത്തിലധികം സേവനം അനുഷ്ഠിച്ച റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ. സാജു സാർ, ഹലോ. അപ്പോ നമ്മൾ കുറച്ചു മുൻപ് എയർഫോഴ്സിനെ പറ്റി, ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്സ്, എലിജിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു അല്ലെ? യെസ്. ഇനി ഞാൻ സാറിന്റെ ഒരു മെമ്മറിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. സാറിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കും. ഇപ്പോൾ സാറിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ സാർ ഏകദേശം 3200 മണിക്കൂറോളം ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് സാറിന് ലഭിച്ചിട്ടുണ്ട്, അതും വേരിയസ് എയർക്രാഫ്റ്റിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി സാറിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പറക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാവരും അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സാറിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു, സാർ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ള ആ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞങ്ങള് ആദ്യമായിട്ട് ഞാൻ ഒരു എയർക്രാഫ്റ്റ് കാണുക എന്ന് പറയുന്നത് തന്നെ പണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് സൈനിക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എയർപോർട്ടിൽ വല്ലപ്പോഴും ഒരു എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന അങ്ങനെ ഒരു സിവിൽ എയർക്രാഫ്റ്റ് കണ്ട് ഉള്ള ഒരു ഇതേ ഉള്ളൂ. ഒരു എയർഫോഴ്സ് എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ യുദ്ധവിമാനമോ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോയി അവിടെ ഒരു 1984 ഞങ്ങളെ ഒരു എക്സ്പീരിയൻസിനായി അവിടെ പൂനെയിലുള്ള ഒരു എയർപോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു അന്ന്. അന്നാണ് ആദ്യമായിട്ട് ഒരു യുദ്ധവിമാനം കാണുന്നതും അവരുടെ പെർഫോമൻസ് കാണുന്നതും. അതൊരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീലിംഗ് ആണ്. കാര്യം നമ്മള് സാധാരണ റോഡുകളിലും കണ്ടുള്ള വണ്ടികളും വളരെ സ്പീഡിൽ, അന്ന് ഒരു ആലോചിച്ച് നോക്കാം, അന്നൊക്കെ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി പോവാന്ന് പറയുന്ന ഒരു വളരെ സ്പീഡിലുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു യുദ്ധവിമാനം കാണുന്നു. അതിന്റെ സ്പീഡ്, ടേക്ക് ഓഫ് സ്പീഡ് തന്നെ ഒരു 340 കിലോമീറ്റർ ആണ് പെർ അവർ ആണ്. ലാൻഡ് ചെയ്യുന്നതും അത് ഓൾമോസ്റ്റ് ആ സ്പീഡിലാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുകയും അതിന്റെ ഒരു റേറ്റ് ഓഫ് ക്ലൈംബും അവര് അത് കഴിഞ്ഞിട്ടുള്ള ഡെമോൺസ്ട്രേഷനിൽ പല മെനുവേഴ്സും ഒക്കെ കണ്ടു. അപ്പൊ അതൊരു ഭയങ്കര ഒരു വാക്കുകളിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്തൊരു സംഭവമല്ല. അതൊരു എത്ര എക്സൈറ്റിംഗ് ആണ് നമ്മളൊരു യങ് ജനറേഷനിൽ ഉള്ളവർക്ക്. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള് എല്ലാവരും തന്നെ ഓപ്റ്റ് ചെയ്തതും. 90% നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 100% എനിക്ക് തോന്നുന്നത് എല്ലാവരും ഫൈറ്റർ പ്ലെയിൻ ഒരു ചോയ്സ് ആയിട്ട് കൊടുത്ത് ഞങ്ങളെല്ലാം പോയത്. നമുക്ക് ആദ്യമായിട്ട് പിന്നെ ഒരു പറക്കുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് ഗ്ലൈഡർ ഉണ്ട്, അതായത് പവേർഡ് അല്ലാത്ത ഗ്ലൈഡർ എയർക്രാഫ്റ്റ്. അതാണ് നമുക്കൊരു 3 ഡയമെൻഷണൽ മൂവ്മെന്റിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതായത് നമ്മള് പട്ടമൊക്കെ പറപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒറ്റയ്ക്ക് പോവാ. നമ്മള് ആദ്യത്തെ സോർട്ടികൾ ഇൻസ്ട്രക്ടറിന്റെ കൂടെ ആണെങ്കിലും പിന്നെ ഒറ്റയ്ക്കും അതിൽ പറക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ ആ ഒരു സെൻസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് മെനുവറിങ് ഇൻ 3 ഡയമെൻഷനിൽ അതൊരു വളരെ എക്സൈറ്റിംഗ് ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ കിട്ടി. അങ്ങനെ ആ ഒരു ഗ്ലൈഡറിൽ നിന്നും പിന്നെ ട്രെയിനിങ് അക്കാഡമിയിൽ പോയപ്പോൾ അവിടെ അന്ന് കിരൺ എന്ന് പറയുന്ന ഒരു ട്രെയിനർ എയർക്രാഫ്റ്റ് ആയിരുന്നു, അതിൽ പോവുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കമ്മീഷൻഡ് ആയി കഴിഞ്ഞിട്ട് MiG-21 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ പോയി പറക്കുക. പലപ്പോഴും എല്ലാവരോടും ചോദിച്ചാൽ അവര് ആദ്യത്തെ സോർട്ടിയെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ സ്പീഡ് നമുക്ക് ഒരിക്കലും വിചാരിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ് പ്ലെയിനിന്റെ. നമ്മള് ഇപ്പൊ സാധാരണ തരത്തിൽ നോക്കുകയാണെങ്കിൽ നിലത്തൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഡ് ഉണ്ട്. ഇതിന്റെ സ്പീഡ് അതിലും വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുറെ ഷോട്ടുകളിലൊക്കെ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ സ്പീഡിന് ഒപ്പം വെക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അത് കുറച്ച് സമയം എടുക്കും. പിന്നെ റിയൽ എക്സൈറ്റ്മെന്റ് ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സോളോ ഫ്ലൈയിങ് എന്ന് പറയും. അതായത് നമ്മളെ ട്രെയിനർ എല്ലാം ചെയ്ത് ഇൻസ്ട്രക്ടർ നമ്മളെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോവുക. അതാണ് ഇതിൽ ഏറ്റവും എക്സിലറേറ്റിംഗ് ഫീൽ. അതൊരിക്കൽ കിട്ടുന്ന ആള് പിന്നെ അതൊരിക്കലും മറക്കില്ല. പിന്നെ എപ്പോ കിട്ടിയാലും ചാൻസ് കിട്ടിയാലും അവര് പിന്നെ തിരിച്ചു പോകുന്ന ആ ഒരു ഈ ഫീലിംഗ് കൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ. ശരിക്കും സാർ പറയുമ്പോ തന്നെ നമ്മളിപ്പോ സിനിമ ഒക്കെ കാണുന്ന സമയത്ത് കഥ പറയുമ്പോ ഇങ്ങനെ ഫ്ലാഷ് ബാക്സ് പോകുമല്ലോ, അതുപോലെ എനിക്ക് തോന്നുന്നു സാർ പറയുമ്പോ സാറിന്റെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അല്ലെ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്ന ഒരു ഓൾമോസ്റ്റ് 6000 ഷോട്ടിയോളം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും മിക്ക ഷോട്ടിയും ഇപ്പോഴും നമുക്കതിനെ പറ്റി ഒരു ഓർത്ത് എടുക്കാൻ പറ്റും. നല്ലതും നന്നാവാത്ത ഇതാണെങ്കിലും അതെല്ലാം ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട് ഇന്നും. ഓക്കെ.
പറക്കുക എന്നൊക്കെ പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും ആഗ്രഹിക്കുന്ന, അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. 3200 മണിക്കൂറുകളാണ് സർ വേരിയസ് എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എനിക്കും ഫ്ലൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ പേടിയുണ്ട്. പക്ഷെ സാർ ഈ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒന്ന് പറന്നാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ ഇന്ത്യൻ ഡിഫൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് ആയ എയർഫോഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിക്കോളൂ. കൂടെയുള്ളത് എന്റെ ആട്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ. എയർഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു മേഖലയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെയുള്ളത്. സാർ, നമ്മൾ കുറച്ച് മുൻപ് സാറിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയും അതുപോലെ തന്നെ സാറ് പറക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. കുറച്ച് മുൻപേ പറഞ്ഞ പോലെ എക്സാംസിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് ഒരു കാൻഡിഡേറ്റ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ എക്സാംസ് എഴുതണം എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു. യെസ്. അപ്പോ ഈ എക്സാം കഴിഞ്ഞ് സെലക്ടഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പിന്നെ ഏതൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടി വരിക, അതുപോലെ അവരുടെ ട്രെയിനിങ് പീരീഡും ഇതിലൂടെ തന്നെ അറിയാൻ താല്പര്യമുണ്ട് സർ. നമ്മളുടെ ഈ എക്സാം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 to 8 ലക്ഷം കുട്ടികൾ ഇന്ന് ഒരു സാധാരണ പരീക്ഷയ്ക്ക് NDA ആയാലും CDS എക്സാം ആയാലും എഴുതുന്നുണ്ട്. ആ കുട്ടികളിൽ നിന്നും ഒരു വളരെ തുച്ഛം ആയ നമ്പറേ നമ്മള് സെലക്ട് ആയിട്ട് എടുക്കുള്ളൂ. അതിനൊരു പ്രത്യേക പാസ് മാർക്ക് എന്നില്ല. അവർ ആ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതില് ഒരു 2000-ഓ 3000-ഓ കുട്ടികളെ മാത്രമേ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുള്ളൂ. ഈ ഇന്റർവ്യൂവിന് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. ആ സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂവില് അവര് 2 പ്രോസസ്സാണ് ഉള്ളത്. അതായത് ആദ്യത്തെ ദിവസം ഈ സെലക്ട് ആയ കുട്ടികളെ വിളിച്ചിട്ട് ഒരു ദിവസം അവരൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ നടത്തും. അന്ന് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, ഒരു സ്പീക്കിംഗ് കേപ്പബിലിറ്റി, പബ്ലിക് സ്പീക്കിംഗ് കേപ്പബിലിറ്റി, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു ദിവസം അന്ന് ആദ്യത്തെ ദിവസത്തെ എൻഡ് ഓഫ് ദി ഡേയില് അവര് ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ 100 പേരാണ് വരുന്നെങ്കിൽ ഒരു 30 പേര് ഒഴികെ ബാക്കി എല്ലാവരെയും സ്ക്രീൻ ഔട്ട് ചെയ്യുന്ന പറയും. ആ പ്രോസസ്സിന് സ്ക്രീൻ ഔട്ട് എന്നാണ് പറയുന്നത്. അവരെ തിരിച്ചുവിടും. ഈ ബാക്കിയുള്ള കുട്ടികളെ ഒരു ഫുൾ ഫ്ലെഡ്ജ് SSB ഇന്റർവ്യൂവിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. ആ SSB ഇന്റർവ്യൂവിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് സൈക്കോളജിക്കൽ പാർട്ട്. അത് സൈക്കോളജി ടെസ്റ്റ് നമ്മളുടെ ഒരു മെന്റൽ കേപ്പബിലിറ്റി, മെന്റൽ റെസിലിയൻസും ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ഒരു അസസ്മെന്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ട്, അങ്ങനെ ഉള്ള എല്ലാ സൈക്കോളജിസ്റ്റിന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ ഇടുന്നത് ഒരു ഗ്രൂപ്പ് ടാസ്കിംഗ് ഓഫീസർ ഉണ്ട്. ആ ഗ്രൂപ്പ് ടാസ്കിംഗ് ഓഫീസർ പല ടെസ്റ്റുകളും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതിൽ ഫിസിക്കൽ ഫിറ്റ്നസും നമ്മുടെ ഒരു ടീം വർക്കും ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഇതെല്ലാം എടുക്കും. ഈ പ്രോസസ്സിന് ഗ്രൂപ്പ് ടാസ്കിംഗ് ഓഫീസർ ചെയ്യും. ആൻഡ് അതിന്റെ ലാസ്റ്റ് ഇത് ഒരു ഇന്റർവ്യൂയിങ് ഓഫീസറാണ്. ഒരു ഓഫീസർ, ട്രെയിൻഡ് ഓഫീസർ നമ്മളോട് ഒറ്റയ്ക്ക് സംസാരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കും. അതിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. ഈ 3 പേരും നമ്മളെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ SSB ക്ലിയർ ആവുള്ളൂ. അങ്ങനെ SSB ക്ലിയർ ആവുന്നവരെ ഒരു മെഡിക്കൽ ടെസ്റ്റിന് നമ്മൾ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് ആ മെഡിക്കൽ ഫിറ്റ്നസും ക്ലിയർ ആയാൽ മാത്രമേ നമ്മൾ ക്ലിയർ ആവുള്ളൂ. അതും കഴിഞ്ഞ് ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഈ മെറിറ്റ് ലിസ്റ്റിൽ 300 ലൈക്ക് NDA ആണെങ്കിൽ 300 വേക്കൻസി, മറ്റിടത്താണെങ്കിൽ ചിലപ്പോൾ 50-ഓ 60-ഓ വേക്കൻസി ഉള്ളൂ. ആ വേക്കൻസിയിൽ നമ്മൾ മെറിറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ടഫ് പ്രോസസ്സിൽ കൂടെ നമ്മൾ കഴിഞ്ഞിട്ടേ ഒരു ആം ഫോഴ്സിൽ ഒരു ഓഫീസറായിട്ട് ചേരാൻ പറ്റുള്ളൂ. അതിൽ കൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടിയും അതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ. ഇപ്പോൾ സാർ പറയുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിലും നമ്മുടെ ഇന്ത്യയെ സേവിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇഷ്ടം മാത്രം പോരാ, അതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, വലിയൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനസ്സ് വേണം. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം റിസൾട്ട് വരുന്നൊരു സമയത്ത്
അത്രയും നേരം പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആവാൻ തന്നെയാണ് സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഹാർഡ് വർക്ക് ആണെങ്കിലും അതുപോലെ ഡെഡിക്കേഷൻ ആണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പിന്നെ എയർഫോഴ്സിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം മേഖലകളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ ട്രെയിനിങ് പീരീഡിനെ പറ്റിയിട്ടും സാർ ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. നമ്മൾ ട്രെയിനിങ് നാഷണൽ ഡിഫൻസ് അക്കാദമി വഴിയായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു 3 കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അതില് രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അക്കാഡമിക്കലി ട്രെയിനിങ് പീരീഡ് ഭയങ്കര ടഫാണ്. കാര്യം നമ്മൾ ഈ 3 കൊല്ലം കൊണ്ട് ഈ ഒരു ഡിഗ്രി എടുക്കണം. അത് കൂടാണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സസൈസ് ഉണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസും ഉണ്ട്. പിന്നെ സർവീസ് സ്പെസിഫിക് ട്രെയിനിങ് ഉണ്ട്. അതായത് നമ്മൾ ആർമിയോ അല്ലെങ്കിൽ നേവിയോ അല്ലെങ്കിൽ എയർഫോഴ്സിനെ പറ്റിയോ പഠിക്കാനുള്ള ഉണ്ട്. അതിനെ പറ്റിയുള്ള അതിന്റെ പല ആസ്പെക്ട്സിനെ പറ്റിയുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 5 മണി തൊട്ട് ഒരു രാത്രി 11 മണി വരെ ഓൾമോസ്റ്റ് നോൺ സ്റ്റോപ്പ് നമ്മളൊരു ട്രെയിനിങ് പ്രോസസ്സിലായിരിക്കും. പല ആക്ടിവിറ്റീസും ചെയ്യും. അതിൽ വലിയ വിശ്രമങ്ങളൊന്നുമില്ല. അത് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു ആളെ എത്രയും പുഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അത് പക്ഷേ അതിന് സർവേ ചെയ്താൽ മാത്രമേ നമ്മളൊരു യുദ്ധത്തിൽ പോകുമ്പോൾ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒരിക്കൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ റെസ്റ്റോ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ റെസിലിയൻസ് വേണം എന്നുള്ള ഒരു ഇതാണ്. അതിനാണ് ഈ ട്രെയിനിങ് പ്രോസസ് ഇത്രയും ടഫായിട്ട് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എയർഫോഴ്സിലാണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമിയിൽ പോയാൽ ഈ ഫിസിക്കൽ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നത് കൂടാണ്ട് എയർഫോഴ്സ് നമ്മുടെ ഫ്ലൈയിങ്ങിനെ പറ്റിയും എയർഫോഴ്സിനെ പറ്റിയും പിന്നെ ഫ്ലൈയിങ് പഠിക്കുക, അതിന്റെ പ്രിപ്പറേഷനും വേറെ. അപ്പൊ അതിലും ആ സമയത്തും ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു ടൈം മാനേജ്മെന്റും ഒരു ലോങ്ങർ ഡ്യൂറേഷൻ ട്രെയിനിങ്ങും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ തയ്യാറായാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ഒരു ഓഫീസർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ. സാറിന്റെ ട്രെയിനിങ് പീരീഡിൽ സാറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമല്ലോ, അതിനുശേഷം ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ട്രെയിനിങ് സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉറങ്ങുക എന്നുള്ളതാണ്. കാര്യം ഞാൻ പറഞ്ഞ പോലെ 11 മണി പലപ്പോഴും 11 മണിക്കൊന്നും കഴിയില്ല. ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യും. 4 മണിക്ക് എണീക്കണം. അപ്പൊ 4-5 മണിക്കൂർ നമ്മൾ ആണ് ഈ റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും നോക്കുന്ന, എസ്പെഷ്യലി നമ്മൾ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ ട്രെയിനിങ്ങിൽ നോക്കുന്ന മുഴുവൻ എപ്പോഴെ ടൈം കിട്ടുന്നു, എപ്പോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അപ്പോഴും ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഒരു റെസ്റ്റ് ആയിട്ട് പലരും നമ്മള് ഇങ്ങനെ പല ഇതിൽ നിൽക്കുമ്പോൾ കാണാം പലരും അവിടെ ഇവിടെ നിന്ന് ഉറങ്ങുന്നതും അല്ലെങ്കിൽ ചാരി നിന്ന് ഉറങ്ങുന്നതും ഒക്കെ. ഉറക്കമാണ് ഒരു ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം. എന്തായാലും ആ ഒരു പ്രശ്നത്തെ പിന്നീട് ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റിയില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഇങ്ങനെ നമ്മൾ ഇത്രയും ഒരു ടഫ് ഷെഡ്യൂൾ ആയിരുന്നുകൊണ്ട് പിന്നെ എത്ര ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും നമുക്കത് വളരെ ലാഘവമായിട്ട് എടുക്കാൻ പറ്റി. അതൊരു വലിയ പല സമയത്തും ഞങ്ങള് ഡ്യൂട്ടി ചെയ്യുമ്പോ ചിലപ്പോ 18-20 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട ഒക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മളന്ന് വളരെ ചെറുപ്പത്തില് 18 വയസ്സിൽ ഈ പ്രോസസ് ചെയ്തിരുന്നുകൊണ്ട് അത് വളരെ എളുപ്പമായി വന്നു. അപ്പൊ നമ്മുടെ റിയൽ ലൈഫിലും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ? അതായത് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ടിപ്സും ട്രിക്സും ഒക്കെ കണ്ടെത്തി അതിനെ ഓവർകം ചെയ്ത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോയല്ലോ സാർ? ഓക്കെ. അപ്പൊ ആ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടിന് ശേഷം എയർഫോഴ്സിനെ പറ്റി ഈ ഒരു വലിയ മേഖലയെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് പറഞ്ഞു തരാൻ എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാർ കൂടെ തന്നെയുണ്ട്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എയർഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിലെ തന്നെ വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു മേഖലയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കൂടെയുള്ളത് റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാറാണ്. അപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ ട്രെയിനിങ് പീരീഡിനെ പറ്റിയും അതുപോലെ തന്നെ സാറിന്റെ പേഴ്സണൽ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത് എന്നുള്ളതൊക്കെ സംസാരിച്ചു. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതൽ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരു കാൻഡിഡേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാർ? ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ട്രെയിനിങ് അക്കാഡമീസ് തുടങ്ങിയിട്ടുണ്ട് പല ഇതിനു വേണ്ടിയിട്ട്. ചിലവര് എൻട്രൻസ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന അക്കാഡമീസ് ഉണ്ട്.
പിന്നെ ചിലവരാണെങ്കിൽ SSBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കാഡമീസ് ഉണ്ട്. ഈ രണ്ട് അക്കാഡമിയുടെയും ഒരു സക്സസ് പെർസെന്റേജ് നമ്മൾ നോക്കേണ്ടതാണ് എപ്പോഴായിട്ടും. കാര്യം പല റിട്ടയർഡ് ആൾക്കാരും ഇപ്പോൾ ഇതൊരു അക്കാഡമി ആയിട്ട് തുടങ്ങുന്നുണ്ട്. ചിലവർ അതിന് ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു മെത്തേഡ് എന്താണെന്ന് അവിടെ പോയി ട്രെയിൻ ചെയ്ത് അവിടുന്ന് പാസ് ഔട്ടായി അതുപോലെ ഈ ആം ഫോഴ്സിൽ ജോയിൻ ചെയ്ത് അവരോട് സംസാരിച്ചിട്ട് ഒരു അക്കാഡമി സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞങ്ങളൊക്കെ ചേരുന്ന സമയത്ത് അന്ന് ഇങ്ങനെ ട്രെയിനിങ് അക്കാഡമികളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് സൈനിക് സ്കൂൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സ്വന്തമായി പഠിച്ചിട്ട് എഴുതി പാസ്സാവുകയും SSBയെ പറ്റി വളരെ ഒരു ചെറിയ തുച്ഛമായ അറിവോടെ നമ്മൾ ഇന്റർവ്യൂവിന് പോകാന്നുള്ളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ കുട്ടികളും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചേർന്ന് ട്രെയിനിങ് എടുക്കുകയും അത് കഴിഞ്ഞ് SSBയെ പറ്റി ഒരു അവയർനെസ് വരാനായിട്ട് SSB ട്രെയിനിങ് അക്കാഡമീസ് ഉണ്ട്, അവിടെയും പോയി ചെയ്യുക. പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഇതില് അവരുടെ ഇതിനു മുമ്പ് ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ എത്ര പേര് പാസ്സായിട്ടുണ്ട്, എത്ര പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അറിഞ്ഞിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. സാർ പറഞ്ഞത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും. സോ വൈസ്ലി ചൂസ് ചെയ്യുക ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതെന്നും അതിന് സാർ പറഞ്ഞ ടിപ്സ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഡിഫൻസിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസായ എയർഫോഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന ഓരോ കാൻഡിഡേറ്റ്സിനും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാറാണ്. സർ, എയർഫോഴ്സിലുള്ള എല്ലാവരും പൈലറ്റ്സ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ചെറുപ്പം മുതലേ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ചിലപ്പോൾ പൈലറ്റ്സ് ആവാനുള്ള സാധ്യതയില്ല. സോ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ റോളുകളാണ് എയർഫോഴ്സിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പലതും ഒരു എയർഫോഴ്സിൽ ഒരു ഓഫീസറിൽ എങ്ങനെ ആകാം അല്ലെങ്കിൽ ഒരു ഓഫീസർ കാഡറിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എയർഫോഴ്സില് ഓഫീസേഴ്സും ഓഫീസേഴ്സ് അല്ലാത്തവരും രണ്ട് എയർമെൻ എന്ന് പറയും, ഞങ്ങൾ എയർമെൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എയർ വാരിയേഴ്സ് എന്ന് പറയുന്ന അവര് രണ്ടുപേരുണ്ട്. ഈ ഓഫീസേഴ്സ് കാഡറിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പൈലറ്റ്സ് ഒരു ബ്രാഞ്ചാണ്. പൈലറ്റ്സിൽ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നവരുണ്ട്, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നവരുണ്ട്, ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇത് കൂടാതെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഓഫീസേഴ്സ് എന്ന് പറയും. അവർക്ക് അതിൽ തന്നെ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. അവര് എയർക്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടാവും, ബാക്കി സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടാവും. ഇനിയുള്ളത് കൺട്രോളേഴ്സ് എന്ന് പറയും. അതായത് എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. നമ്മൾ ഒരു എയർഫീൽഡിൽ പോയാൽ എയർ ട്രാഫിക് കൺട്രോൾ ടവർ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇരുന്ന് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളർ എന്ന് പറയുന്നത് ഒരു റഡാർ കൺട്രോളേഴ്സ് ആണ്. അവരെ ഫൈറ്റർ കൺട്രോളർ എന്നാണ് നമ്മൾ പറയുന്നത് എയർഫോഴ്സിൽ. അവര് റഡാറിൽ, അതായത് ഈ എയർ ഡിഫൻസ് റഡാർസിൽ ഇരുന്ന് ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്ത് അവിടെ പോകുന്നു. അത് വേറൊരു ബ്രാഞ്ചാണ്. പിന്നെ അത് കൂടാണ്ട് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ഉണ്ട്, അക്കൗണ്ട്സ് ബ്രാഞ്ച് ഉണ്ട്, മെട്രോളജിക്കൽ ബ്രാഞ്ച് ഉണ്ട്. ഇവര് തന്നെ ചിലരും ചിലപ്പോൾ അവിടെ ചേർന്ന് കഴിഞ്ഞ് സൈഡ് ലൈൻ വേറൊരു സ്പെഷ്യലൈസ് ചെയ്യും ലീഗൽ ബ്രാഞ്ചിലേക്ക്. അങ്ങനെ ഈ ബ്രാഞ്ചുകളെല്ലാം കൂടിയതാണ് ഒരു ഓഫീസർ കാഡർ. അതുപോലെ തന്നെ എയർമെൻ ആണെങ്കിൽ ടെക്നിക്കൽ എയർമെൻ ഉണ്ടാവും. അവർ എയർക്രാഫ്റ്റിലായാലും സിസ്റ്റംസിലായാലും മിസൈൽസിലായാലും വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അതുകൂടാണ്ട് നോൺ ടെക്നിക്കൽ എയർമെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിനിസ്ട്രേഷനിലാവാം, അക്കൗണ്ട്സിലാവാം. ലോജിസ്റ്റിക്സ് ഓഫീസർ വളരെ ഒരു ഇമ്പോർട്ടന്റ് പോർട്ട്ഫോളിയോ ആണ് ലോജിസ്റ്റിക്സ് ഓഫീസർ. കാര്യം എല്ലാ ഇൻവെന്ററിയും എല്ലാ സപ്ലൈയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്. ഇതെല്ലാം കൂടിയതാണ് ഈ എയർഫോഴ്സ്. ഈ ഓഫീസേഴ്സിൽ ഈ ടെസ്റ്റുകളെല്ലാം ഉണ്ടെങ്കിലും എയർമെൻ സെലക്ഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. 2022 തൊട്ട് പലരും കേട്ട് കാണും, അഗ്നിവീർ എന്ന് പറഞ്ഞ ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാല് ഒരു സെലക്ഷൻ പ്രോസസ്സ് എടുത്തിട്ട് 4 കൊല്ലത്തേക്ക് നമ്മൾ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം. ആ സമയത്ത് നമ്മളെ ട്രെയിൻ ചെയ്യും, എയർഫോഴ്സിന് വേണ്ടിയും പുറത്തെ ജീവിതത്തിന് വേണ്ടിയും. ഈ 4 കൊല്ലം കഴിയുമ്പോൾ അതിൽ 25% ആൾക്കാർ എയർഫോഴ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ബാക്കി 75% ആൾക്കാർക്കും ഒരു ആവറേജ് ഒരു 11 to 12 lakhs പേ പാക്കറ്റ് ഒരു
അറ്റ് എ ടൈം 4 കൊല്ലം കഴിയുമ്പോൾ കിട്ടും ഒറ്റയടിക്ക് കയ്യില്. ഓ. പിന്നെ ഒരുപാട് ലോണും ഒക്കെ കിട്ടി അവരെ ഒരു പുറത്തൊരു എന്റർപ്രണർ ആവാനുള്ള ഒരു ഹെൽപ്പും കൊടുക്കുന്നുണ്ട്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവർക്ക് പല മിനിസ്ട്രീസിലും പല ഗവൺമെന്റിലും ഒരു റിസർവേഷനും കൂടിയുണ്ട് ഈ അഗ്നിവീർസിന്, എക്സ് അഗ്നിവീർസിന്. അതുകൊണ്ട് അതൊരു നല്ലൊരു സ്കീമാണ്. ഓഫീസർ ആവാൻ പറ്റാത്ത പലർക്കും എയർഫോഴ്സ് ഒരു കരിയർ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു. അതൊരു ഗ്രേറ്റ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. അപ്പോൾ അഗ്നിവീർ എന്ന് പറയുന്ന സ്കീമിനെ പറ്റിയിട്ടും നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. സോ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഒരു പാട്ട് നിർബന്ധമാണ്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി വീണ്ടും സ്വാഗതം ചെയ്യാം റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സർ. സർ, നമ്മൾ കുറച്ചു മുൻപ് ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ എയർഫോഴ്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോലികളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ അഗ്നിവീർ സ്കീമിനെ പറ്റിയും നമ്മൾ കുറച്ചു മുൻപ് സംസാരിച്ചു അല്ലേ? യെസ്. ഇനി നമ്മൾ സാറിലേക്ക് ഒരു കാര്യം, അതായത് സാറിനെ പറ്റി ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറച്ചു മുൻപ് സാറിനെ വെൽക്കം ചെയ്ത സമയത്ത് ഞാൻ മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. സാറിന് ഒരുപാട് അവാർഡ്സ്, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇത്രയും നാളത്തെ സർവീസിന് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അതായത് പരം വിശിഷ്ട സേവാ മെഡൽ, അതുപോലെ അതിവിശിഷ്ട സേവാ മെഡൽ, വായുസേന മെഡൽ, അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ്. സോ ഏകദേശം 39 വർഷത്തെ എക്സ്പീരിയൻസിൽ സാറിന് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇതല്ലാതെയും തേടി എത്തിയിട്ടുണ്ടായിരിക്കും. എനിക്ക് അറിയാൻ താല്പര്യമുള്ളത്, സാറ് നമ്മുടെ രാജ്യത്തെ സെർവ് ചെയ്യുന്ന സമയത്ത് സാറിന് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി സാറിന്റെ ലൈഫിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വൈൽ സെർവിങ് ദ കൺട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ഉത്തരം? പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇതില്. ഒരു 39 കൊല്ലം സർവീസിൽ ഒരു ആദ്യത്തെ ഒരു 20 കൊല്ലം നമ്മൾ ആക്റ്റീവ് ഫ്ലൈയിങ് ഡ്യൂട്ടീസിലാണ്. ആ ആക്റ്റീവ് ഫ്ലൈയിങ് ഡ്യൂട്ടി ഒരു യുദ്ധവിമാനം പറക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. അതും MiG-21 പോലത്തെ ഒരു എയർക്രാഫ്റ്റാണ് ഞാൻ ഫ്ലൈ ചെയ്തത് ആ സമയത്ത്. അപ്പോ ആ ഒരു സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. അതിൽ വളരെ 1950s ഡിസൈൻ ചെയ്ത ഒരു എയർക്രാഫ്റ്റ് ആണത്. അപ്പൊ അതിൽ വളരെ സിസ്റ്റംസ് ഒന്നുമില്ല. നമ്മൾ തന്നെ അതിൽ എല്ലാ സിസ്റ്റമും മാനേജ് ചെയ്യണം. അത് വെച്ച് നമ്മൾ നാവിഗേഷൻ ചെയ്യണം, അത് വെച്ച് റഡാറിന്റെ വർക്ക് ചെയ്യണം. അപ്പൊ അതെല്ലാം കൂടി ഒരു ഫുൾ ഫ്ലെജ്ഡ് ആക്ടിവിറ്റി ചെയ്യാവുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. ആ സമയത്ത് നമ്മൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. കാര്യം നമ്മൾ വളരെ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യണം. ഞാൻ ഫൈറ്റേഴ്സിലായിരുന്നുകൊണ്ട് ജനറലി നമ്മൾ ഫോർവേഡ് ഏരിയാസിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അവിടെ രാത്രി ആയാലും പകലും ഫുൾ ടൈം നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത് ഈ ഹിൽസിലാണ്, ചിലപ്പോൾ പ്ലെയിൻസിലായിരിക്കാം, ചിലപ്പോൾ സീയുടെ മുകളിൽ, അങ്ങനെ എല്ലാ ടെറൈനിലും ഫ്ലൈ ചെയ്ത് ഡ്യൂട്ടി ചെയ്യാൻ ഒരു ഇത് വരുന്നുണ്ട്. അതെല്ലാം ഒരു ചലഞ്ചാണ്. ഇതൊക്കെ കൂടാണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എയർക്രാഫ്റ്റിൽ പല എമർജൻസീസ് വരും. അതായത് ചിലപ്പോൾ സിസ്റ്റം ചിലപ്പോൾ ഡൗൺ ആയി പോകും പല ഇതില്. അങ്ങനെ ഉള്ള പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചലഞ്ചാണ് എന്നും. ഈ വർഷത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമം നേരിട്ടൊരു ഇൻസിഡന്റ്, അതിനുശേഷം രാജ്യത്തെ തന്നെ ഒരുപാട് പ്രൗഡ് മൊമെന്റിലേക്ക് എത്തിച്ച ഒരു ഇൻസിഡന്റ് ആണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതിൽ എയർഫോഴ്സിന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. വളരെയധികം പ്രശംസകൾ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ സാറിന് എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ വളരെ ലിമിറ്റഡ് ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് നടന്നത്. അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ പലപ്പോഴും രണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആം ഫോഴ്സസ് തമ്മിൽ നടന്നിട്ടില്ല. ഇപ്പൊ ഇസ്രായേൽ പല ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനും ഒക്കെ പല ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അവർ പോയി ചെയ്ത കൺട്രീസിലൊന്നും ഒരു സ്ട്രോങ് എയർഫോഴ്സോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് എയർ ഡിഫൻസ് സിസ്റ്റംസോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ വളരെ ബിനൈൻ എൻവയൺമെന്റിൽ പോയി ചെയ്ത ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാൻ ആം ഫോഴ്സസിന്റെ എഗെയിൻസ്റ്റ് ചെയ്യുക, 100% സക്സസ് അതിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ എയർഫോഴ്സിന് മാത്രമല്ല, ഇന്ത്യൻ ആം ഫോഴ്സിന് മാത്രമല്ല, നമ്മുടെ ദേശത്തിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഇതാണ്. തീർച്ചയായിട്ടും ആ ഓപ്പറേഷന്റെ പ്ലാനിങ്ങും കണ്ടക്റ്റും ഇന്നല്ല ഇനി വരുന്ന പല തലമുറകളും അതിനെപ്പറ്റി പഠിക്കും. കാര്യം അങ്ങനെ ഒരു ഓപ്പറേഷനും അതിന്റെ 100% സക്സസും കിട്ടുക എന്നുള്ളത് വളരെ ഒരു പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്. തീർച്ചയായിട്ടും അതാണ് ഇന്നും ഇത്രയും ഡിസ്കഷൻ
ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഞങ്ങൾ പലപ്പോഴും ഫോറിൻ എയർഫോഴ്സിലോ പലരെയും കാണുമ്പോഴും അവരെല്ലാം ചോദിക്കുന്നത് നിങ്ങൾ ഇത് എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ട്. നമ്മള് ഇന്ത്യൻ ഡിഫൻസിലുള്ള ഓരോ ഓഫീസേഴ്സിനെയും റിയലി മനസ്സുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടി സല്യൂട്ട് ചെയ്യാണ്. ഈ ഒരു മൊമെന്റ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി ഓരോ ഇന്ത്യൻ പൗരന്റെയും വക നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഈ ഒരു മൊമെന്റിലൂടെ അറിയിക്കുകയാണ് സാറിലൂടെയും. ഓക്കെ സാർ, ഓക്കെ. നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഉയരയിലേക്ക് കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഇന്ത്യൻ ഡിഫൻസിലെ തന്നെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്, വ്യോമസേന. വലിയൊരു ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇന്ന് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണൻ സാറാണ്. സാർ, ഒരുപാട് താങ്ക്സ് ഞാൻ ഈ ഒരു മൊമെന്റിൽ സാറിനോട് പറയാണ്. കുറേയധികം കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റിയും നമ്മുടെ ഹോൾ ഇന്ത്യൻ ഡിഫൻസിനെ പറ്റിയിട്ടും നമ്മൾ സംസാരിച്ചു. ഫൈനലി എനിക്ക് സാറിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, സാറിന് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടികളോടും അല്ലെങ്കിൽ യങ് ജനറേഷനോട് എന്താണ് പറയാനുള്ളത്? ഈ വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ആം ഫോഴ്സസിൽ ഒരു ജോലി എന്ന് പറയുന്നത് വെറും ഒരു ജോലിയായിട്ട് നിങ്ങൾ ഒരിക്കലും അതിന് നോക്കരുത്. ജോലി നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചേർന്ന് അതിന്റെ ശമ്പളമോ അതിന്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സോ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ആം ഫോഴ്സസ് ചേരരുത്. അതിനേക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. നമ്മൾ ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ അർപ്പിക്കാൻ തയ്യാറായി പോവുകയാണ്. അതിന് പൈസ വെച്ച് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊണ്ടും അളക്കാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ് നമ്മുടെ ഇന്ത്യൻ ആം ഫോഴ്സസിൽ ഒരു ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഒരു സോൾജറായിട്ടോ അല്ലെങ്കിൽ ഒരു എയർമെനോ അല്ലെങ്കിൽ ഒരു സെയിലറായിട്ടോ ചേരുക എന്നുള്ളത്. അതിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ മനസ്സ് അതിനുവേണ്ടി ഈ കഠിനമായ കണ്ടീഷൻസൂടെ ട്രെയിനിങ് ആയാലും അത് കഴിഞ്ഞുള്ള സർവീസിലായാലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നിങ്ങളുടെ കൂടെയുള്ള ഒരുമിച്ച് പഠിച്ച പലരും പല മൾട്ടിനാഷണൽ കമ്പനികളിലും പല ഫോറിൻ കൺട്രികളിലും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ജീവിതങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് തന്നെത്താൻ ചോദിച്ച് ചെയ്യുന്ന ഒരു കഴിവാണ്. നമ്മൾ പണ്ട് പ്രസിഡന്റ് കെന്നഡി ചോദിച്ച പോലെ ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കൺട്രി. ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലെന്നും ഉണ്ടാവണം. വളരെ നോബൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണിത്. അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഒരു ജോലിക്കും കിട്ടില്ല. ഇത്രയുള്ള അതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചതിനും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ. സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് എയർഫോഴ്സിനെ പറ്റി കൃത്യമായ കാര്യങ്ങൾ കുട്ടികളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് സാർ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ സാർ ഓക്കെ പറയുകയും ചെയ്തു. ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us, sir. Thanks a lot. It's always an honor to talk to young generation and through this medium. അതുകൊണ്ട് എനിക്കും വളരെ സന്തോഷമുള്ളൊരു ആണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. നിങ്ങൾക്കും FM റേഡിയോയ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ സാർ, എന്തായാലും ഇച്ചിരി വൈകി പോയിട്ടുള്ള ഒരു വിഷസ് കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. പറയൂ. October 8th ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിരുന്നു. സോ സാറിന് ഞാൻ ഒരു ബിലേറ്റഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ വിഷസ് അങ്ങോട്ട് അറിയിച്ചേക്കുവാണ് കേട്ടോ. Thanks a lot. ഓക്കെ സാർ, അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കേട്ടോടെയിരിക്കും. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.